ഹലോ ഹായ്. ഇന്നത്തെ കാപ്പി അപ്പവും മുട്ടക്കറിയാണ്. നമുക്ക് മുളക് പൊടി ചേർക്കാതെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ എണ്ണയിൽ നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. സവാളയും ഒക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വഴണ്ട് വന്നു എന്ന് തോന്നുമ്പോൾ നമ്മളൊരു തക്കാളിക്ക് അരിഞ്ഞ് ചേർക്കുക. അതിൽ നന്നായിട്ട് വാടി വന്ന ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിന് ചിലപ്പോൾ ചോദിക്കും ഇതിന് എരി കുറവല്ലേന്ന്, പക്ഷേ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും നല്ല എരി ഉണ്ടായിരിക്കും, സൂപ്പർ ടേസ്റ്റുമാണ്. ഈ മസാലകളെല്ലാം പച്ചമണം മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കണം. എണ്ണ കുറവാണെന്ന് തോന്നി ശകലം കൂടി എണ്ണ ഒഴിക്കാം, പക്ഷെ നമ്മളിതിൻ്റെ ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ തലപ്പാലും രണ്ടാം പാലും എടുത്ത് വയ്ക്കണം. എന്നിട്ട് രണ്ടാം പാൽ നമ്മൾ ആദ്യം ഒഴിക്കണം. ഈ രണ്ടാം പാൽ കിടന്നത് വെന്ത് കറി കുറുകിയ ശേഷം മാത്രമാണ് നമ്മൾ തലപ്പാൽ ഒഴിക്കുന്നത്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കറി തിളയ്ക്കാൻ അനുവദിക്കരുത്, കാരണം അതിന് മുന്നേ തീ ഓഫ് ചെയ്യണം. ഇനി നമ്മൾ തലപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് തീ കുറച്ച് വെച്ച് തലപ്പാൽ ഒഴിച്ച ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. മല്ലിയില ഇട്ടുന്ന ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. മല്ലിയില ഇട്ട് സൂപ്പർ ടേസ്റ്റാണ്, മല്ലിയില കൂടെ ഇടണം. പിന്നെ ഇത് പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ ഒക്കെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കും. സൂപ്പർ കറിയാണ്. എരി അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എരി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടാം. പച്ചമുളക് കൂടുതലിട്ടാൽ കുറച്ചുകൂടി എരി കിട്ടും. പിന്നെ 1-2 പച്ചമുളക് ഇട്ടാൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ എളുപ്പത്തിന് വലിയ എരി ഇല്ലാതെ കഴിക്കണമെങ്കിൽ അതനുസരിച്ച് മുളക് ഇട്ടാൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാപ്പി വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.